നമുക്കിന്ന് പടവലങ്ങ വെച്ചൊരു തോരൻ റെഡിയാക്കാം. അധികം പേരൊന്നും ഈ പടവലങ്ങ കഴിക്കില്ല. പക്ഷേ പടവലങ്ങ ഇതുപോലെ വെച്ചാൽ പടവലങ്ങ കഴിക്കാത്തവർ വരെ കഴിച്ചു പോകും. അത്രയും ടേസ്റ്റാണ്. പടവലങ്ങ തോരൻ റെഡിയാക്കാൻ 2 ചെറിയ പടവലങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. പടവലങ്ങ എടുക്കുമ്പോൾ അധികം മൂക്കാത്തത് നോക്കി വേണം എടുക്കാൻ. നമ്മളിത് വെള്ളത്തിലിട്ടല്ല വേവിക്കുന്നത്. മൂത്തതാണെങ്കിൽ കുക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ടൈം എടുക്കും. തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്നും കുരുവൊക്കെ മാറ്റി നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. എന്നാലേ വേഗത്തിൽ കുക്കാകൂ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. രണ്ട് പടവലങ്ങയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തോരൻ റെഡിയാക്കാൻ വേണ്ടി 1/2 കപ്പ് തേങ്ങ ചെരുകിയത്, കറിവേപ്പില, 2 വെളുത്തുള്ളി, എരിവിനനുസരിച്ച് പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 6 ചെറിയുള്ളി, ഇതെല്ലാമാണ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. മുളക് നന്നായി മൂത്ത് വന്നാൽ അരിഞ്ഞു വച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ആയിരിക്കണം. പടവലങ്ങ നന്നായി ഇളക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം. ഈ ടൈമിൽ നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ആദ്യം പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതുപോലെ ജീരകവും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്യരുത്, പൾസ് ചെയ്യാവൂ. അതിനുശേഷം തേങ്ങ ചേർത്ത് പൾസ് ചെയ്യാം. അരച്ചെടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ചതച്ചെടുത്താൽ മതി. മൂടി വെച്ചിരിക്കുന്ന തോരൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അത് അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കുക്കാകുന്നവരെ വേവിക്കണം. ഇപ്പോൾ പടവലങ്ങ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഈ ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഈ തോരൻ്റെ ടേസ്റ്റ്. അതുപോലെ വെളുത്തുള്ളി 2 എണ്ണം മതി, കൂടുതൽ വേണ്ട. വെളുത്തുള്ളിയും ജീരകവും ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും ഈ തോരന്. അതുകൊണ്ട് ഇത് 2 ഒഴിവാക്കരുത്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. 1 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് കൊടുത്താൽ മാത്രമേ ആ ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ പടവലങ്ങയിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാനും പടവലങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡിയാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.